ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഓർക്കുവാണ്, എപ്പോഴും അച്ഛനെ കാണുമ്പോൾ ഒന്നുകൂടെ ഫ്രഷായി വരികയാണ് കേട്ടോ. ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പല എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പല പ്രേക്ഷകരും ഒത്തിരി നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അച്ഛൻ്റെ ആശയങ്ങളും ഒക്കെ ഒത്തിരി നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അറിയിക്കുക കേട്ടോ, അവരുടെ സന്തോഷമൊക്കെ അറിയിക്കുന്നത്. എനിക്കൊന്ന് നമ്മുടെ ഈ ദാമ്പത്യം വിജയകരമായി മുൻപോട്ട് പോകുന്നതിന് ഒത്തിരി ടിപ്സുകൾ, ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറഞ്ഞു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും എങ്ങും അവസാനിക്കുന്നില്ല. എത്ര കേട്ടാലും മതി വരില്ല. എല്ലാം പുതിയതാണ്. അപ്പോൾ എനിക്കൊന്ന് ഇന്ന് വീണ്ടും കുറച്ചുകൂടി പുതിയ കാര്യങ്ങൾ അച്ഛൻ്റെ ഉള്ളിലുണ്ടാവും എന്തെങ്കിലുമൊക്കെ പറയാൻ. അതായത് ഒരു സഫലമായ ദാമ്പത്യം എങ്ങനെ പോകണം എന്നുള്ളതിൻ്റെ ഒരു പുതിയ കുറച്ച് കാര്യങ്ങൾ. ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാകാം, എന്നാലും കേൾക്കാൻ കുറച്ചുകൂടെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങിയാലോ. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എനിക്ക് എന്തോ ചെയ്യാനുണ്ടെന്നൊരു തോന്നലുണ്ടാകും. അതായത് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുന്നു. അവൾക്ക് തോന്നണം, ഈ ഭർത്താവിൻ്റെ വീട്ടിൽ എനിക്ക് എന്തോ ചെയ്യാനുണ്ട്, എന്നെക്കൊണ്ട് മാത്രം ഇവിടെ മെച്ചപ്പെടുത്താൻ പറ്റും, ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അങ്ങനെ അവൾക്ക് തോന്നണം. ഭർത്താവിന് തോന്നണം, ഇവളുടെ ജീവിതത്തിൽ എൻ്റെ ഇടപെടലുകൊണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവളിൽ വരും, ചിന്തിക്കണം. ഭർത്താവിന് വീട്ടുകാർ ചിന്തിക്കണം, ഒരു പെണ്ണിൻ്റെ വരവോടുകൂടി ഇവിടെ എന്തോ ചില അത്ഭുതങ്ങൾ നടക്കാം. ആ രീതിയിൽ സംസാരവും പെരുമാറ്റം മാറുമ്പം സ്ത്രീക്ക് തോന്നും, എനിക്കൊരു വിലയുണ്ട്, ഈ വീട്ടിൽ എന്നെ വേണം, എന്നെ കൊണ്ട് കൊള്ളാം. ചുമ്മാ ഒരു വേസ്റ്റായിട്ടല്ല, വളരെ ഉപയോഗമുള്ള ഒരാളാണ് ഞാൻ. അതിനാണ് സാധാരണ മനഃശാസ്ത്രത്തിൽ പറയുക, സ്പേസ് കണ്ടെത്താൻ പറയും. നമ്മൾ പറയുമല്ലോ, ഉറങ്ങാൻ ഇടമുണ്ട്, താമസിക്കാൻ ഇടമുണ്ട്, വിശ്രമിക്കാൻ ഇടമുണ്ട്, TV കാണാൻ ഇടമുണ്ട്. പല ഇടങ്ങൾ കൂടിച്ചേരുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് വലിയ ഇടം. അത് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പം ക്രിസ്മസ് രാത്രിയിലെ പ്രശ്നം തന്നെ, അവന് ഇടം കിട്ടിയില്ല, ദൈവത്തിന് ഇടം കിട്ടിയില്ല. ഇന്നും നമ്മളെയൊക്കെ പ്രശ്നം ഇതാണ്, ഹൃദയത്തിൽ ദൈവത്തിന് ഇടമില്ല. മെയിൻ സെൻറ്ററിൽ വെക്കേണ്ട ദൈവം എവിടെയോ സൈഡിലാണ്. ഇതുപോലെ കുടുംബത്തിലും വരും. ഏതാണ്ടിനിടയിൽ ഒരാൾ അങ്ങനെ തോന്നിയാൽ തോന്നും, എനിക്ക് വിലയില്ല, ചുമ്മാ ഒരാളായിട്ടിരിക്കുന്നു, അവിടെ ഉണ്ട്, പ്രസക്തിയില്ല. വഴി ചുമ്മാ ഒരു കല്ലിരിക്കുന്നു, കല്ല് വഴിയിലുണ്ട്, പക്ഷെ അതിനൊരു റോളില്ലല്ലോ. ഇതുപോലെ വരും. ഭാര്യയെന്നും പറഞ്ഞ് ഒരാളിരിപ്പുണ്ട്, കെട്ടിയവൻ ഒരാളിരിപ്പുണ്ട്, അമ്മ അല്ലെ അപ്പനെന്ന് പറഞ്ഞ ആളിരിപ്പുണ്ട്. ജീവിതത്തിൽ മറ്റു നിർണായകമായ റോളൊന്നുമില്ല. അങ്ങനെ വരുമ്പം നമുക്ക് ബുദ്ധിമുട്ടായി. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഓർക്കുവാണ്, എനിക്ക് നാളെ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നെനിക്ക് ഉണർവാണ്. അല്ലെ നാളെ ഒരു ഫോറിൻ ട്രിപ്പിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഇന്ന് ഉണർവാണ്. കാരണം നമുക്കൊരു ഫോക്കസ് ഉണ്ട്, ഇതുണ്ട്. ഇതാണ് സ്പേസ്. എനിക്ക് ഈ വീട്ടിൽ ഞാനില്ലെങ്കിൽ ഒരു ശൂന്യൻ, ഞാനുണ്ടെങ്കിലും ഒരു പൂർണ്ണത. ആ അന്തരീക്ഷം വന്നോ ദാമ്പത്യം സംതൃപ്തമാകും. ഞാൻ ഓർക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മൾ ഈ പങ്കാളിയെ ശരിക്കും അറിയണം. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അവരെ നമുക്ക് അറിയുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കില്ലേ? ഈ പലപ്പോഴും ഞാൻ എന്നെ കാണുന്ന പോലെ എൻ്റെ പെണ്ണിനെ കാണും, അവളെ കാണുന്ന പോലെ എൻ്റെ പുരുഷനെ കാണും. അവിടെ പ്രശ്നം ആരംഭിക്കും. രണ്ടു പേർക്കും ഓരോ വ്യക്തിത്വമുണ്ട്. ഇപ്പം രണ്ട് കുടുംബത്തിൽ നിന്ന് വന്നു, രണ്ട് സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് വന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു രീതി. ഉദാഹരണം, നഗരത്തിലെ പെണ്ണിന് നാട്ടുമ്പുറത്തെ നിഷ്കളങ്കതയായിട്ട് ചേർന്ന് അല്പം ബുദ്ധിമുട്ട് വരും. നഗരത്തിലെ ചെറുപ്പക്കാരന് ഗ്രാമീണ കന്യയുടെ നിഷ്കളങ്കത അറിയാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ അറിയണം, വ്യക്തിപരമായി അറിയണം, ഇവളുടെ പ്രത്യേകത എന്താണ്, ഇവളുടെ തനിമ എന്താണ്. അപ്പോൾ അവളും എൻ്റെ കെട്ടിയവൻ്റെ പ്രത്യേകത എന്താ, തനിമ എന്താ. ഇപ്പം വ്യക്തിപരമായി അറിഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. വ്യക്തിപരമായി അറിയുന്നില്ലേ, ഞാൻ എൻ്റെ ചിന്തയെ മാത്രം കാണും, അവൾ അവളുടെ ചിന്തയെ കാണും. അവിടെ ഭയങ്കരമായ ഒരു സംഘർഷം, സാവധാനം ജനിക്കുക, അറിയുക. ഞാനിങ്ങനെ ഓർക്കുകയാണ്, നമ്മൾ സാധാരണ ഈ സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വൈബിലുള്ളവർ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ചിന്തിക്കുന്നവർ, നമ്മളെപ്പോലെ തന്നെ അഭിപ്രായമുള്ളവരൊക്കെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മളൊരു സെറ്റായിട്ട് വളരെ കൂട്ടായിട്ട് നമുക്ക് അലമ്പും ബഹളമൊന്നുമില്ല. പക്ഷേ ജീവിതത്തിൽ വരുന്ന ജീവിത പങ്കാളി അതുപോലെ ആയിരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ലല്ലോ, അല്ലേ? അതിനകത്ത് ഇപ്പോൾ ഈ കൂടുതൽ കൂട്ടുകൂടി അറിഞ്ഞിട്ടുള്ള കല്യാണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊന്നും ഒരു പ്രസക്തിയൊന്നുമില്ല.
കാരണം ഏതാനും മണിക്കൂറുകളുടെ അറിവല്ല ജീവിതം. ഒരാളുടെ കൂടെ ജീവിക്കുമ്പോഴാണ് ശരിക്കറിയുന്നത്. നമ്മൾ അറിയാൻ പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയും, പെണ്ണ് പറയാം എനിക്ക് കെട്ടിയതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ വാള. അതിനാടി എന്നാ നല്ല മെടുക്കൻ, നിൻ്റെ കാര്യം നോക്കുന്നു, ശ്രദ്ധിക്കുന്നു, എല്ലാം ഇല്ലേ, അത്രേ കാണുന്നുള്ളൂ. പക്ഷേ കൂടെ ജീവി നമുക്കറിയാം ഇവൻ്റെ സ്വഭാവ പ്രത്യേകതകൾ, വൈകൃതങ്ങൾ എന്തെല്ലാമാണ്. മാലാഖ പോലെ പെണ്ണല്ലേ കാണുന്നവർ പറയുന്നു, പക്ഷേ മാലാഖ അല്ലാത്ത ചില പെരുമാറ്റങ്ങൾ ചില സമയങ്ങളിൽ വരും. അപ്പം അങ്ങനെ വരുന്നൊരവസരത്തിൽ ശരിക്കും അറിയാൻ കാലങ്ങളെടുക്കും. അതാണ് പണ്ടൊരു സിനിമ പാട്ടുണ്ട്, ഒരു നിമിഷം തരൂ നിന്നിൽ അറിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. പണ്ടത്തെ ഒരു പാട്ടായിരുന്നു. സത്യം അത്. അറിയാനൊരു നിമിഷം മതി, പക്ഷെ അറിയാനൊരു യുഗം വേണം. കുറേ ഇപ്പോൾ ഒരു ചുരുൾ പോലെ ദാമ്പത്യമൊക്കെ ഒരു 5 വർഷം ജീവിക്കുമ്പോൾ അത്രയും നിവർന്നുള്ളൂ. പിന്നെ ഒരുപാട് ചുരുൾ കിടക്കുക. മരണം വരെ ആ ചുരുളിങ്ങനെ നിവർന്നുകൊണ്ടിരിക്കും. അവസാനം അറിയത്തുള്ളൂ ഇതാണല്ലോ ആൾ. അതുകൊണ്ട് അറിഞ്ഞില്ല എന്നാ പറ്റിയും പറയുന്നതല്ലായിരിക്കും വ്യാഖ്യാനം. അറിയാത്ത വ്യാഖ്യാനങ്ങൾ, അറിയാത്ത ഇൻ്റർപ്രിട്ടേഷൻസ് വരും. അതുകൊണ്ടാണ് വ്യക്തിപരമായി ഒരാളെ അറിയണം, ഷെയർ ചെയ്ത് സംസാരിച്ച് അടുത്തിരുന്ന് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ ഒരുപാട് നന്മയാണ്. പഠിച്ചില്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് ഇമ്മ പൊട്ടിത്തെറി, നല്ല നീലാകാശത്ത് നിന്ന് ഇടി വരുന്ന പോലെ, പ്രതീക്ഷിക്കാത്ത സമയത്തൊരു വെള്ളിടി പോലെ വന്ന് വീഴും. അപ്പം ഞാൻ ഓർക്കാം, ഇപ്പം ഇങ്ങനെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളും മനസ്സിൽ വരും. പക്ഷേ ഈ മനസ്സിലൊന്നും വെക്കാതെ ഉള്ളൊരു ആശയവിനിമയം അപ്പം മസ്റ്റായിട്ട് നടത്തേണ്ടതല്ലേ? ഇങ്ങനെ മനസ്സിലിങ്ങനെ പലതും വെച്ചോണ്ടിരിക്കുക, അതൊന്നും സത്യമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഈ ചുരുളുകൾ അഴിയുമ്പോൾ പലതും മാറി മറിഞ്ഞു വരും. പക്ഷെ അപ്പോൾ ഒരു നല്ലൊരു ആശയവിനിമയം ഉണ്ടെങ്കിൽ അല്ലേ, ഒരു വ്യക്തിപരമായ ഒരു ആശയവിനിമയം, മനസ്സിൽ പ്രത്യേകിച്ചൊരു പ്രജുഡീസോ ഒന്നുമില്ലാതെയുള്ള ഒരു ആശയവിനിമയം വളരെ നല്ലതായിരിക്കില്ലേ അങ്ങനെ വരുമ്പോൾ? ജീവിത പങ്കാളിയോട് ഒരു തുറവി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതില്ലാതെ വന്നു തൊട്ടത് പിടിച്ചതെല്ലാം അരിശമായിട്ട് മാറും. ഈ കൊറോണ ആരംഭിച്ച കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ വീട്ടിലായി, കെട്ടിയന്മാരും വീട്ടിലായി. അപ്പോൾ ഒരു കൂട്ടുകാരി ഒരുത്തോട് ചോദിച്ചു, ഇത്രയും ദിവസം ഇത്രയും മണിക്കൂറും ദിവസം നീ എന്നാ എടുക്കൂടിയെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, കറി ഉണ്ടാക്കും, ഭക്ഷണം പാചകം ചെയ്യും, തുണി അലക്കും, വീട് വൃത്തിയാക്കും, ഇതെല്ലാം ചെയ്യും. പിന്നെ സമയമുണ്ടല്ലോ എൻ്റെ കെട്ടിയവനോട് ഞാൻ കുറേ നേരം അങ്ങ് മിണ്ടും. ഈ ദിവസങ്ങളൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞു. ചോദിച്ചു എങ്ങനെയുണ്ട് ഡേഡി? 22 വർഷമായി കല്യാണം കഴിഞ്ഞ്, ഇപ്പോഴാണ് മനസ്സിലായത് അയാൾ വളരെ നല്ല ആളാകട്ടോ എന്ന് പറഞ്ഞു. കാരണം മനസ്സിലാക്കാൻ പറ്റിയത് വർത്തമാനം പറഞ്ഞപ്പോഴാണ്, ഷെയർ ചെയ്തപ്പോഴാണ്. അത് സ്ത്രീയെക്കുറിച്ച് ഭർത്താവാണെങ്കിലും ഭർത്താവിനെക്കുറിച്ച് ഭാര്യയാണെങ്കിലും അടുത്തുള്ള മനസ്സ് തുറന്നുള്ള വർത്തമാനം പറഞ്ഞ ആവശ്യമാണ്. മനസ്സിലെന്തോ ഒരു കല്ല് പോലെ വെച്ചുകൊണ്ടിരുന്നോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അസ്വസ്ഥതയാണ്. എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞോ ഒരു നല്ല മൂടാണ്. സഫലമായ ദാമ്പത്യത്തിൽ അനിവാര്യമായൊരു ഘടകമാണ് തുറന്നുള്ള സംസാരം, മനസ്സ് തുറന്നുള്ള സംസാരം. ഇനി അളന്നും തൂക്കിയും കണക്ക് കൂട്ടിയൊന്നും ഗുണിച്ചും ഹരിച്ചുമൊന്നും വിടരുത്. കെട്ടിയവനോടാ എൻ്റെ ഉള്ളങ്ങ് പറയുക, ഭാര്യയോടാ എൻ്റെ മനസ്സങ്ങ് പറയുക. ആ രീതിയിൽ എടുത്തു കഴിയുമ്പം ജീവിതം വിജയമാണ്. അതില്ലെന്ന് വരിയിൽ എപ്പോഴും ഹരിച്ചും ഗുണിച്ചും ഇരിക്കും, ഒരിക്കലും വിട്ടു പറയുകയല്ല. അത് കുടുംബത്തിൽ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. ഞാൻ ഓർക്കാം, ഈ ജോലിയും നമ്മുടെ കുടുംബജീവിതമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പം പലപ്പോഴും ഫ്രസ്ട്രേഷനുണ്ട്. നമ്മൾ ഉള്ളി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പെരുമാറുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തുറന്നു പറച്ചിലൊന്നും ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ജോലി ചെയ്യുന്ന കുടുംബനാഥൻ ഓഫീസിലെ പല കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. നമ്മളോട് ചിലപ്പോൾ തുറന്ന് പറയണമെന്ന് നിർബന്ധമില്ല, ഭാര്യയോട് പറയണമെന്നില്ല. ഇപ്പം വർക്കിംഗ് വുമൺ ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർ ജോലിയും വീട്ടുജോലിയും എല്ലാം വരുമ്പോൾ ഒത്തിരി ഫ്രസ്ട്രേഷൻ കാണും. അപ്പോൾ ഈ ജോലിയും ഈ തുറന്നു പറച്ചിലും അല്ലെങ്കിൽ ഈ ദാമ്പത്യവും അതൊന്ന് ഒന്നിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ സഫലമീത യാത്ര വേണമെങ്കിൽ സഫലമീതി ഈ ദാമ്പത്യമാണ് നമ്മൾ പറയുന്നത്, കുറച്ചുകൂടെ ഭംഗിയാവില്ലേ? നമ്മൾ ആ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതിന് ഏറ്റവും കൂടുതൽ സമയം കൊടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് സംഭാഷണം, കരുതൽ, വീട്ടിലെ ശ്രദ്ധ, അതിന് കൂടുതൽ സമയം കൊടുക്കണം. മേക്കപ്പ്, ഒരുക്കം, ഓട്ടത്തിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നോക്കിയാൽ മതി എത്ര സമയമാണ് മൊബൈൽ ഫോണിന് ടൈം കൊടുക്കും. ഇരുന്നുമില്ലാതെ വരുന്ന പാടെ ഫോണിലേക്ക് 4 പേരുണ്ട്, 4 പേര് ഓരോ ഫോണിൽ ഇരുന്ന് കുത്തുക. ഒരുമിച്ചാണ്, പക്ഷേ ഷെയറിങ് ഇല്ലല്ലോ. അപ്പം അവിടെ അത് പ്രശ്നമാണ്. അപ്പം പ്രത്യേകിച്ച് ജോലി കഴിഞ്ഞ് ടെൻഷൻ പിടിച്ച് വരുമ്പോൾ ചിലപ്പം 2 പേർക്കും ജോലി സംബന്ധമായ കാര്യങ്ങൾ പലതും പറയാൻ കാണും, ബാക്കിയായിട്ട്. ഇപ്പോൾ ഉറങ്ങുന്ന സമയം എപ്പോഴും ജോലിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. നമ്മൾ മുൻഗണന
നിശ്ചിത സമയത്തിന് ചിലപ്പം ജോലിയാണെങ്കിൽ പോലും ഓഫ് ചെയ്യണം. പിന്നെ സമയം കിട്ടുമ്പോൾ വിളിച്ചത് പ്ലാൻ ചെയ്യണം. അപ്പം അങ്ങനെ ഒരു പ്ലാനിങ് ആവശ്യമാണ്. അല്ലെങ്കിൽ വിവാഹം, ഭർത്താവ്, ഭാര്യ, ദാമ്പത്യം മുഴുവൻ ഒരു ജോലിയുടെ കീഴെ കിടക്കും. അങ്ങനെ കിടന്നാൽ ഈ ദാമ്പത്യം വിജയിക്കുകയല്ല. ജോലിയുടെ വഴി, ദാമ്പത്യത്തിൻ്റെ വഴി. ദാമ്പത്യത്തെ തകർക്കുന്ന ജോലിയരുത്, ജോലിയെ തകർക്കുന്ന ദാമ്പത്യ പ്രശ്നങ്ങളും അരുത്. ഇത് ഒത്തിരി പേര് ഫേസ് ചെയ്യുന്നില്ലേ? കാരണം ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഓവർ ടൈം വർക്കും അതും ഇതുമൊക്കെ ആകുമ്പം ജോലി വിടാൻ പറ്റിയല്ലോ, കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഇപ്പം നമുക്ക് കിട്ടുന്ന അസൈൻമെൻറ്റ്സുകൾ തീർക്കാൻ പറ്റില്ല, ഓരോന്നിനും മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ശരിക്കും കുടുംബജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും ഒത്തിരി സ്ട്രെസ്സുണ്ട്. അപ്പോൾ അതിനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെ ശരിക്കും ജീവിത പങ്കാളി ഒന്ന് നോക്കി കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും വെച്ചാൽ അങ്ങനെയുള്ളൊരു കേസില്ല. ചില കാരണം അച്ഛൻ പറഞ്ഞത് ശരിയാണ്, മുൻഗണന കൊടുക്കണം, വീട്ടിൽ വരുമ്പോൾ നമ്മളത് ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോഴും നാളെ ചെല്ലുമ്പോൾ ഒരു ഡെഡ് ലൈൻ പോലെ ഒരു ആളിങ്ങനെ തൂങ്ങിക്കിടക്കണം, അപ്പോൾ അവർക്കത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെ അങ്ങനെയാണ് എന്ന് വരുമ്പം എങ്ങനെ നമുക്ക് അതിനൊരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കും? നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരുമായിരിക്കും, വിഷമം വരുമായിരിക്കും, നേരത്തെ വീട്ടിലെത്തുന്നില്ല എന്നോ. ഞാനൊക്കെ പരാതി പറയാറുണ്ട്, നേരത്തെ വീട്ടിലെത്തുന്നില്ല, കുരിശു വരയ്ക്കുമ്പോൾ കണ്ടില്ല, 7 വന്നാലെന്താ. അവർക്ക് എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ അങ്ങനെ വരാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ ഒരു സ്റ്റെപ്പ് എടുക്കാം? അതെ, ഈ പ്രശ്നം നാളെ വാളു പോലെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ട്. ഇന്ന് ചെയ്ത് തീർത്തില്ലെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷേ 365 ദിവസം ഈ വാളായ പ്രശ്നമാണ്. അപ്പോൾ ആ ജോലിയും വിട്ടേക്കാം അല്ലേ? അത് മാറുക. രണ്ടാം പോയാലും കുടുംബം നന്നാവണം, വിടേണ്ടി വരും. കാരണം സ്ട്രെയിൻ കൊണ്ട് ഡിപ്രഷൻ വരുന്നവരുണ്ട്, അല്ലെ ആൾ തീർന്നു പോകും. അപ്പോൾ ടെൻഷൻ വന്നങ്ങ് തീരുക, ജീവിതം അങ്ങ് തീരുക. അപ്പം അങ്ങനെയുള്ള അവസ്ഥ വരുമ്പം ജോലിക്കല്ല ജീവിതത്തിനാണ് പ്രാധാന്യം വരിക. അപ്പം ചിലയിടത്ത് അത് കണ്ടെത്തേണ്ടി വരും. ഉദാഹരണം, എൻ്റെ ഭർത്താവിൽ നിന്നും എൻ്റെ മക്കളിൽ നിന്നും ഈ ജോലി എന്നെ അകറ്റുവാണെങ്കിൽ ആ ജോലിയല്ല എൻ്റെ ഭർത്താവിനും ഭാര്യയ്ക്കുമാണ്, മക്കൾക്കുമാണ് മുൻഗണന. എൻ്റെ ഭാര്യയിൽ നിന്നും കുഞ്ഞുങ്ങളിൽ നിന്നും ജോലി എന്നെ അകറ്റുന്നെങ്കിൽ, അസ്വസ്ഥമാക്കുന്നെങ്കിൽ വേറെ പണിയിലേക്ക് തിരിയണം. അതിന് ശക്തമായൊരു നമുക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ എടുക്കണമെങ്കിൽ അപാരമായ ഗട്സ് വേണം അല്ലേ? ഗട്സ് വേണം, കൂടെയുള്ളയാളുടെ സപ്പോർട്ടും വേണം. നമുക്ക് കുടുംബം മതിയായിട്ട് രണ്ടാം പോയാലും അതാ പ്രധാനം എന്ന് പറയുന്ന ഒരു ഭാര്യ വേണം. നിൻ്റെ കാശില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ജീവിക്കാമെന്ന് പറയുന്ന ഭർത്താവ് വേണം. പലപ്പോഴും പണത്തിന് മുൻഗണന കൊടുക്കും. അയ്യോ പോയാൽ നമ്മൾ എന്നാ എടുക്കും? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ദാമ്പത്യം ജീവിക്കാൻ പറ്റിയല്ല. അപ്പം 2 ക്ലാഷ് ഉണ്ടാകുമ്പോൾ ലെസർ ഈവിൾ എന്ന് പറയാം. അതൊരു ഫിലോസഫിയിലെ ചിന്ത. ലെസർ ഈവിൾ, 2 തിന്മ വരുമ്പം അതിൽ കുറഞ്ഞ തിന്മ എടുക്കുക. 2 തിന്മയാണെങ്കിൽ ലെസർ ഈവിൾ നമ്മൾ ചൂസ് ചെയ്യണം. അതുപോലെ ജോലിയും ദാമ്പത്യമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ ഉണ്ടായാലും കുടുംബജീവിതം തകരാത്തത്, പണിയില്ലാത്തതാണെങ്കിൽ അത് ഞാൻ ഓപ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ അന്നേരം തളരണ്ടെന്ന് പറയുന്ന ഭാര്യയും വേണം, സാരവിലടി എന്ന് പറയുന്ന ഒരു ഭർത്താവും വേണം. എന്ന് കരുതി കംപ്ലീറ്റ് ജോലിയും വിട്ടിട്ട് അവസാനം വിലയും കൂലിയില്ല, പട്ടിണിയും ദാരിദ്ര്യമായി മാറുന്ന ഒരു അവസ്ഥയും നമ്മൾ വിവേകത്തോടു കൂടി തന്നെ കാണണമല്ലോ. കാണും, തീർച്ചയായിട്ടും. അപ്പോൾ വേറെ ഓൾട്ടർനേറ്റീവ് വഴികൾ തേടേണ്ടി വരും അത് വിട്ടിട്ട്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചോയ്സ് ഇല്ല. എന്നും നമുക്കിത് മാത്രമേ എക്കാലവും ഒറ്റ കാര്യം നമുക്ക് പറയാൻ കാണുള്ളൂ. ആ ഒരു അപകടം ഉണ്ടാവും. ഈ ജോലി മാത്രമല്ല, ചിലരിങ്ങനെ സാമൂഹിക ജീവികളുണ്ടല്ലോ, ഇപ്പം രാഷ്ട്രീയമായി അല്ലെങ്കിൽ പള്ളിയിലെ കാര്യങ്ങളായി എന്തൊക്കെയാണെങ്കിലും വീട്ടിലെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഒരു ധാരണയില്ല. നാട് മുഴുവൻ നന്നാക്കുക എന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് പോകുന്നൊരു വ്യക്തികളുണ്ടല്ലോ. ചെയ്യുന്നതെല്ലാം നല്ലതാണ്, കാരണം ജനസേവനം, സമൂഹത്തെ സേവിക്കുന്നു. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അതൊരുപാട് കൂട്ടിക്കലർത്തുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അപകടങ്ങളില്ലേ? ഈ ദാമ്പത്യത്തിൻ്റെ പലരും പറയാറുണ്ടല്ലോ, ഒരാൾ ഇത്രയും മഹാനായത് അയാളുടെ ഭാര്യ ഒരുപാട് സഹിച്ചിട്ടാണ്, അല്ലെ അവർ കുടുംബം നോക്കിയിട്ടാണ് ഇത്രയൊക്കെ പേരൊക്കെ ഉണ്ടായതെന്ന് പലരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളിടത്തും കൂടെ ഒരു എന്താ സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുക? ഈ പല രാഷ്ട്രീയ നേതാക്കളുടെയും ഭാര്യമാരെ അറിയാം. ഭർത്താവ് ഒരിക്കലും ലക്ഷ്യനല്ല, പക്ഷെ അതൊക്കെ കവർ ചെയ്ത് എല്ലാം കൊണ്ടുവന്ന ഭാര്യമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊത്തിരി സഫർ ചെയ്യുന്നില്ലേ? അവർ ശബ്ദമായിട്ടും ചിലർക്ക് അതൊന്നുമില്ല, അവരെ നേച്ചറിൽ തന്നെ അങ്ങ് പോവും. ചിലർ ഒത്തിരി ഡിപ്രസ്ഡ് മൂഡിലേക്ക് വരും. മിതമായ ഭാരം കൊണ്ട് മക്കൾക്ക് അമ്മയാകണം, വീട്ടിൽ നല്ല അതിഥേയാകണം, പലത് ഇഷ്ടംപോലെ ആൾക്കാർ വരുമല്ലോ. ചില ആണുങ്ങൾ അങ്ങ് കൽപ്പിക്കത്തേ ഉള്ളൂ. അവൻ രാഷ്ട്രീയമായിട്ട് പോയി, പള്ളിയായിട്ട് പോയി, ക്ലബ്ബായിട്ട് പോയി, വരുമ്പം ഹോട്ടലാണ് വീട്, കൈ കഴുകാതിരിക്കുക, കൈ തുടയ്ക്കുക, പോവുക. അല്ലെങ്കിൽ വരുമ്പം തൊട്ട്
ഫോണോട് ഫോണ്, വരുമ്പം ഫോൺ, പോകുമ്പം ഫോൺ, എപ്പോഴും അവൻ്റെ ലോകവുമായി ബന്ധപ്പെട്ട ഫോണുകൾ. ചില പെണ്ണുങ്ങൾ വനിതാ സമായം, സ്ത്രീ പക്ഷം, ഓരോ സംഘടനകൾ ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും മിണ്ടാൻ സമയമില്ല. ഈ സ്ത്രീപക്ഷവും ഈ വനിതാ സംഘടനയായിട്ട് പറഞ്ഞു നടക്കും. അവിടെ വരുമ്പം സാമൂഹ്യ ജീവിതം എൻ്റെ ദാമ്പത്യ ജീവിതത്തിന് ബ്ലോക്കാണെങ്കിൽ സാമൂഹ്യ ജീവിതത്തിന് 2ാം സ്ഥാനമുള്ളൂ. അത് തിരിച്ചറിയണം. ചിലർ ഈ വേലിയാടിയ പന്നിയെ പോലെ ഇറങ്ങിപ്പോയപ്പോൾ തിരിച്ചു കയറ്റാൻ വലിയ പാടാണ്, കയറുകയല്ല. ചില സ്ത്രീകളുണ്ട്, ചില പുരുഷന്മാരുമുണ്ട്. അവിടെ പ്രധാനപ്പെട്ടത് കൊടുക്കേണ്ട ഒരു സ്ഥാനം, കൊടുക്കേണ്ട അംഗീകാരം. സമൂഹം 2ാമതേ ഉള്ളൂ, എൻ്റെ വീടാണ് 1ാമത്തേത്. ആ രീതിയിലുള്ള തിരിച്ചറിവും കണക്കുകൂട്ടിയുള്ള പ്രവൃത്തി നമുക്ക് ആവശ്യമാണ്. കുടുംബത്തിനകത്ത് അത് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സഫലമായ ദാമ്പത്യമാകാണ്ട് പറ്റൂ. ഇല്ലെങ്കിൽ എന്നും മൂകതയുള്ള ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ മൗനിയായ ഭർത്താവായിരിക്കും, മിണ്ടാത്ത മക്കളായിരിക്കും, ആ അപകടത്തിലേക്ക് പോകും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ പങ്കാളിയുടെ ജീവിത, അതായത് ബന്ധുക്കൾ, അത് അവരെ എങ്ങനെയൊന്ന് നമ്മൾ കൈകാര്യം ചെയ്യണം. ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും പുതിയ എന്തെങ്കിലും നമ്മൾ പറയും, നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുക എന്നുള്ളതാണ്. ഏത് അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും പെങ്ങളാണെങ്കിലും ആങ്ങളെയാണെങ്കിലും ഒരു റേഞ്ച് പറ്റുള്ളൂ. നമ്മൾ റെഫറിയും ഉണ്ട്, കോച്ചും ഉണ്ട്. പക്ഷേ ഈ കോച്ചിന് കളിക്കളത്തിറങ്ങി കളിക്കാനുള്ള അവകാശമില്ല. പുറത്തുനിന്ന് വല്ലതും പറയാം, അങ്ങനെ അല്ലെങ്കിൽ ഇറക്കി വിടും. അതുപോലെ കുടുംബം എന്ന് പറയുന്ന ഗെയിമിൽ ഒരു കോച്ചിൻ്റെ സ്ഥാനത്ത് അമ്മായിപ്പം വരാതെ ഒരു പരിധി കയറി വന്നാൽ ഇറക്കി വിടണം. ശരിയല്ല. അല്ല, അവർ ഗെയിം കളിക്കാൻ വിളിച്ചവരല്ല, അവർ കോച്ചും റെഫറിയായിട്ട് നിൽക്കേണ്ട ആൾക്കാരാണ്. അപ്പം തോന്നുകയാണ് ഒരു ഭർത്താവിന് എൻ്റെ ഭാര്യയുടെ പ്രശ്നം എപ്പോഴും അമ്മയായിട്ടുള്ള ഫോൺ വിളിയാണ്. ഇവിടുത്തെ എല്ലാ കാര്യവും അമ്മയോടെ പറഞ്ഞെങ്കിൽ ആ അമ്മയുടെ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പ് വരുന്നത്, എത്ര നല്ല അമ്മയാണേലും. അതുപോലെ അമ്മയോട് വിളിക്കുന്നവരുടെ വിളി ശരിയല്ലെന്ന് അവളെയും ബോധ്യപ്പെടണം. ഇനി ഒരു ഭർത്താവിന് എപ്പോഴും എല്ലാ കാര്യവും പെങ്ങളോടാണ് പറയാനിഷ്ടം, അതല്ല അവൻ്റെ അമ്മയോടാണ്. ആ പെങ്ങൾ ഔട്ടാകണം, അമ്മ ഔട്ടാകണം. ഒരു റേഞ്ചിന് ഇപ്പത്തേക്ക് വരാനായിട്ട് പാടില്ല. അപ്പോൾ ഒരു വീട്ടിലൊരു കാര്യമുണ്ടായി, ആദ്യം അറിയേണ്ടതാരാ? ഭാര്യയല്ലേ. ഗൾഫിൽ പോയ ഭർത്താവ് അവധിക്ക് വന്നു എന്ന് പറയേണ്ടത് അയൽവക്കത്തെ ആൻറ്റിയല്ല, ആദ്യം അവരുടെ സ്വന്തം ഭാര്യയാണ്. ഇതുപോലെ ചില കാര്യങ്ങൾ ഭാര്യ ആദ്യം അറിയണം, ഭർത്താവ് ആദ്യം അറിയണം. അത് കഴിഞ്ഞേ ഉള്ളൂ സ്വന്തക്കാരും ബന്ധുക്കളും. ദാമ്പത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും ആ ഒരു സന്തോഷത്തെയും ബ്ലോക്ക് ചെയ്യുന്ന ദമ്പതികൾ ആര് വന്നാലും അവരെ ഒരു റേഞ്ചിനപ്പുറത്തേക്ക് അടുപ്പിക്കരുത്, മാറ്റി നിർത്തും. അപ്പോൾ ഞാൻ ഓർക്കും, ഇപ്പം നമ്മളിപ്പോൾ അമ്മേനെ വിളിക്കുന്നു, അപ്പനെ വിളിക്കുന്നു, ഓരോരുത്തരെ വിളിക്കുന്നു, ചിലപ്പോൾ നമുക്ക് ചില ഉപദേശങ്ങൾ തേടാനോ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആരായിരിക്കും ഏറ്റവും ബെസ്റ്റ്? ആരിൽ നിന്ന് വേണം നമുക്ക് നമ്മുടെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ ആരായിരിക്കും അച്ഛൻ്റെ ഒരു ചോയ്സ്? നമ്മൾ ആളെ പഠിക്കണം. ഉദാഹരണത്തിന് ഒരമ്മ മോനോട് പറയുക, അവൻ തുമ്മിയാത്തെടുക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടടി, ഞങ്ങൾ നിനക്കൊണ്ട് എന്ന് പറയുന്നൊരു അമ്മയിൽ നിന്ന് ഒരിക്കലും ഉപദേശം സ്വീകരിക്കല്ലേ. അല്ലേ ഭർത്താവിനോട് അമ്മ പറയുക, പോട്ടറാ നമുക്ക് വേറെ പെണ്ണ് കിട്ടിയല്ലേ, ആ ടൈപ്പ് ആൾക്കാരുടെ ഉപദേശം സ്വീകരിക്കരുത്. അതേ സമയത്ത് മോളെ, ഭർത്താവിൻ്റെ വീടാണ് നിൻ്റെ വീട്, നീ ഒരിക്കലും ഇങ്ങോട്ട് തിരിയല്ലേ, അവിടെ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് പറയുന്ന ഒരമ്മയാണ് ആ അമ്മയിൽ നിന്ന് ഉപദേശം മേടിക്കാം. മോനോട്, ഞങ്ങൾ ഒരുപാട് സഹിച്ച ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ നിനക്ക് കൊണ്ടെന്നറിയാം, അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ, നോക്കി നിൽക്കണം കേട്ടോ എന്ന് പറയുന്ന ഒരമ്മയാണോ ഉപദേശം സ്വീകരിക്കാം. നമ്മളെ വളർത്തുകയും നമുക്ക് വീഴ്ച വരുത്താതിരിക്കുകയും ചെയ്യുന്ന ആരുണ്ടോ അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാം. പിന്നെ അവരുടെ ജീവിതം ഒരു നല്ല മാതൃകയും എല്ലാവരും ഇത് കൊള്ളാവുന്ന മനുഷ്യരാണെന്ന് പറയുകയും ചെയ്യുന്നവരാണോ അവരിൽ നിന്ന് നമുക്ക് ഉപദേശം സ്വീകരിക്കാം. അറിവില്ലാത്ത വിവേകമില്ലാത്ത ഉപദേശം സ്വീകരിക്കരുത്. ഉദാഹരണം, മറിയം പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി കാണപ്പെട്ടു. യോസേപ്പ് ആരോടെ ഉപദേശം തേടി? അപ്പൻ്റെ പെങ്ങന്മാരോടോ അമ്മയുടെ ആങ്ങളമാരോടെ പറയും ഡൈവോഴ്സ്, അവിടെ സ്വീകരിക്കരുത്. യോസേപ്പ് ഉപദേശം തരുന്നത് ദൈവത്തോട്, നീ അവിടെ സ്വീകരിക്കുക. ഇങ്ങനെ നല്ല ഉപദേശം തരുന്നവരുണ്ട്, അവരെ ഉൾക്കൊള്ളുക, അവരെ സ്വീകരിക്കുക. അങ്ങനെ ദാമ്പത്യത്തിൻ്റെ ചുവടുകൾ നമ്മൾ മുമ്പോട്ട് വെക്കുക. എനിക്ക് തോന്നുന്നു ഇനി ഒരുപാട് പോയിന്റുകൾ ഇങ്ങനെ ചോദിക്കാൻ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. എന്തായാലും അടുത്ത എപ്പിസോഡുകളിൽ തുടരാനും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ? ഓക്കെ, താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്.